بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം നമ്മൾ സംസാരിച്ചു വെക്കുകയുണ്ടായി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല തുടർന്ന് അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് വിശുദ്ധ ഖുർആനിൽ വാരിദായ വിശുദ്ധ സുന്നത്തിൽ വന്നിട്ടുള്ളതായ തെളിവുകളെയാണ് ഉദ്ധരിക്കുന്നത്. അഥവാ വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, ഗുണങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഉണർത്തുകയാണ് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, ثم سنة رسول الله صلى الله عليه وسلم فالسنة تفسر القرآن وتبينه وتدل عليه وتعبر عنه وما وصف الرسول به ربه من الأحاديث الصحاح التي تلقاها أهل المعرفة بالقبول وجب الإيمان بها كذلك. സുമ്മ സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിൽ വന്നതും സിഫാത്തുകളിൽ വിശ്വസിക്കേണ്ടതായ വകുപ്പിൽപ്പെട്ടതാണ്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഉണർത്തുന്നത്. അതായത് നമ്മൾ അഖീദത്തുൽ വാസിത്തിയ്യയിൽ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക്, വിശേഷണങ്ങൾക്ക് തെളിവുകൾ ഉദ്ധരിക്കാൻ തുടങ്ങിയപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു ജുംല പറഞ്ഞിരുന്നു. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംലതി മാ വസഫല്ലാഹു ബിഹി നഫ്സഹു ഫീ സൂറത്തിൽ ഇഖ്ലാസ്. വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല, അതായത് അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ വകുപ്പിൽപ്പെട്ടത്, നമ്മൾ വിശ്വസിക്കേണ്ടതുമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. മാ വസഫല്ലാഹു ബിഹി നഫ്സഹു, അള്ളാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചത് ഫീ സൂറത്തിൽ ഇഖ്ലാസ്, സൂറത്തിൽ ഇഖ്ലാസിൽ. അങ്ങനെയാണ് ഖുർആനിൽ നിന്നുള്ള ആയത്തുകളെ ആ വിഷയത്തിൽ കൊണ്ടുവന്നത്. അതായത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അറിയിച്ചതായ സിഫത്തുകൾ, അതിൽ നമ്മൾ വിശ്വസിക്കണം. അവിടേക്ക് അത്ഫാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ വചനം. അതായത് സുമ്മ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ വന്നതായ വിശേഷണങ്ങളും ഈ വകുപ്പിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൽ, ദുർവ്യാഖ്യാനിക്കാതെ, അതേപോലെ തന്നെ തള്ളിക്കളയാതെ, നിഷേധിക്കാതെ, ഉപമിക്കാതെ, തുല്യത കൽപ്പിക്കാതെ വിശ്വസിക്കേണ്ട വകുപ്പിൽപ്പെട്ടതാണ്. ഇതാണ് പറയുന്നത്. അപ്പൊ സുന്നത്തിൽ വന്നതായ വിശേഷണങ്ങളെയും സ്വീകരിക്കണം, വിശ്വസിക്കണം. ഏതുപോലെ ഖുർആനിൽ വന്നതായ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ വിശ്വസിക്കുന്നത് പോലെ, സ്വീകരിക്കുന്നത് പോലെ. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് സുന്നത്തിനെ കുറിച്ച് ഉണർത്തുകയാണ്. ഫസ്സുന്ന
എന്തുകൊണ്ടാ സുന്നത്തിൽ വന്നതിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞത്? സുന്നത്ത് എന്നാൽ തുഫസിറുൽ ഖുർആൻ, സുന്നത്ത് ഖുർആനെ വിവരിക്കും. വതുബയ്യിനുഹു, വിശുദ്ധ ഖുർആനിൽ മൊത്തത്തിൽ പറഞ്ഞതിനെ സുന്നത്ത് വിവരിക്കും, വ്യക്തമാക്കും. വതദുല്ലു അലൈഹി, വിശുദ്ധ ഖുർആനെ സുന്നത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിനെ വിളിച്ചറിയിക്കും. വതുഅബ്ബിറു അൻഹു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതിനെ സുന്നത്ത് വ്യാഖ്യാനിക്കും. വമാ വസഫ الرسول به ربه من الاحاديث الصحيحه التي تلقاها اهل المعرفه بالقبول وجب الايمان بها. വമാ വസഫ الرسول به ربه, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തന്റെ റബ്ബിനെ ഏതെന്നുകൊണ്ട് വിശേഷിപ്പിച്ചുവോ, മിനൽ അഹാദീസ് സിഹഹ്, പ്രസ്തുത വിശേഷണം സഹീഹായ ഹദീസുകളിൽ വന്നത്. അല്ലത്തി, എങ്ങനെയുള്ള സഹീഹായ ഹദീസുകൾ? തലഖാഹ അഹ്ലുൽ മഅരിഫ, പണ്ഡിതന്മാർ ആ ഹദീസുകളെ സ്വീകരിച്ചു. ബിൽ ഖബൂൽ, തള്ളാതെ കൊള്ളേണ്ടതായിട്ട് സ്വീകരിച്ചതായ ഹദീസുകളിൽ റസൂൽ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് എന്തുണ്ടോ? വജബൽ ഈമാനു ബിഹ, ആ വിശേഷണങ്ങളെയും വിശ്വസിക്കൽ നിർബന്ധമാണ്. കെദാലിക്, അപ്രകാരം. എപ്രകാരം? ഖുർആനിൽ വന്ന വിശേഷണങ്ങളെ സ്വീകരിക്കുന്നത് പോലെ, വിശ്വസിക്കുന്നത് പോലെ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് നമ്മൾ മുമ്പ് ധരിച്ചത്. അവ നമ്മൾ എപ്രകാരം സ്വീകരിക്കുന്നുവോ അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചതും സ്വീകരിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് എവിടെയാണുള്ളത്? അതിൽ അഹദീസ് സഹിഹ്, സഹിഹായിട്ടുള്ള ഹദീസുകളിലാണുള്ളത്. ആ ഹദീസുകളെ തലഖാഹ അഹ്ലുൽ മഅരിഫത്തി ബിൽ ഖബൂൽ, പണ്ഡിതന്മാർ ഖബൂലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്, സ്വീകരിച്ചുകൊണ്ട് അവയെ, ആ ഹദീസുകളെ ഉൾക്കൊള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്തുകളിൽ വന്നതായ ഹദീസുകളെ, സിഫത്തുകളെ, വിശേഷണങ്ങളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ഉണർത്തുന്നത്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ആദ്യം സുന്നത്തിന്റെ ഗൗരവം, സുന്നത്തിന്റെ സ്ഥാനം, സുന്നത്തിന്റെ ധർമ്മം അത് ഉണർത്തുകയാണ് ചെയ്യുന്നത്. എന്താ സുന്നത്തിന്റെ ധർമ്മം? സുന്നത്ത് അള്ളാഹുവിൽ നിന്നുള്ള വഹയാണ്, ഇസ്ലാമിന്റെ രണ്ടിൽ രണ്ടാമത്തെ പ്രമാണമാണ്, ദ്വിതീയ പ്രമാണമാണ്, വിശുദ്ധ ഖുർആന്റെ വിവരണമാണ്, വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ളതായ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു മൊത്തത്തിൽ പറഞ്ഞതിനെ ആളുകൾക്ക് വിശദീകരിക്കുന്ന പദവിയാണ് സുന്നത്തിനുള്ളത്. വഅൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ, അള്ളാഹു താങ്കൾക്ക് കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്നു. വൽ ഹിക്മ, ഹിക്മത്തിനെയും അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. എന്താണ് ഹിക്മത്ത്? ഇമാം ഷാഫി റഹിമഹുല്ലയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞു, ഹിക്മത്ത് എന്നാൽ സുന്നത്താണ്. അപ്പൊ കിതാബും സുന്നത്തും അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്തം പറഞ്ഞില്ലേ, വയുഅല്ലിമുഹും, റസൂലുള്ള ആളുകൾക്ക് പഠിപ്പിക്കുന്നു, അൽ കിതാബ് വൽ ഹിക്മ, കിതാബും സുന്നത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചില്ലേ, വസ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളെ നിങ്ങൾ സ്മരിക്കുക, ഓർക്കുക, പഠിക്കുക. അത് മിൻ ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളും വിശുദ്ധ ഖുർആനും വൽ ഹിക്മ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുമാകുന്നു. മനസ്സിലായി? അപ്പോ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് ഖുർആനും സുന്നത്തും സ്വീകരിക്കാൻ. അപ്പൊ ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ സുന്നത്തിനെ സ്വീകരിക്കണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്നി ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു. വമിസ്ലഹു മഅഹു, ഖുർആനോടൊപ്പം തത്തുല്യമായി ഇത് നൽകപ്പെട്ടിരിക്കുന്നു. ഖുർആനോടൊപ്പം തത്തുല്യമായി നൽകപ്പെട്ടത് എന്താ? അതാണ് സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരങ്ങൾ. മനസ്സിലായില്ലേ? ഇതാണ് സുന്നത്ത്. അപ്പൊ ആ സുന്നത്തിനെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും അതിനെ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ വന്നതായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളായാലും കർമ്മപരമായ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചയച്ചത്
വഅൻസൽനാ ഇലൈക ദിക്ർ, വിശുദ്ധ ഖുർആനെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. എന്തിനാ റസൂലുള്ളാഹിക്ക് അവതരിപ്പിച്ചത്? ലിതുബയ്യിന ലിന്നാസ്, പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് വിവരിക്കാൻ വേണ്ടി, മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ വിശുദ്ധ ഖുർആന്റെ വിവരണം അത് നിർവഹിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു എന്ന് പറഞ്ഞാൽ സുന്നത്ത് വിവരിച്ചു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീയുകളാണ് വിശുദ്ധ ഖുർആനെ വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, മനസ്സിലായില്ലേ? നിസ്കാരത്തിന്റെ പൂർണ്ണതയും അതിന്റെ കൈഫിയത്തിന്റെ പൂർണ്ണതയും ഒക്കെ ഉള്ളത് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീലും സുന്നത്തിലുമാണ്. അതുകൊണ്ടാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുന്ന സദസ്സിൽ വന്നിട്ട് ഒരാള് ഒരു മസ്അല ചോദിക്കുകയും ഖുർആനിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല ആ മനുഷ്യനെ നീ വിഡ്ഢിയാണ് എന്ന് പറഞ്ഞു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുഹർ 4 റക്അത്ത് നിസ്കരിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? അസർ 4 റക്അത്ത് നിസ്കരിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? സകാത്ത് കൊടുക്കേണ്ട വകുപ്പുകളും വിവരണങ്ങളും പൂർണ്ണമായിട്ട് ഖുർആനിലുണ്ടോ? നിനക്കത് കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആ വ്യക്തിയെ എതിർക്കുകയുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിനെ പോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് സുന്നത്തും പ്രമാണമാണ്. അടിസ്ഥാന വിഷയങ്ങളിലും അതേപോലെ തന്നെ കർമ്മശാസ്ത്രപരമായിട്ടുള്ളതായ അഖീദയുടെ വിഷയങ്ങളിലും അതേപോലെ തന്നെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഫിഖ്ഹിയായ വിഷയങ്ങളിലും നമുക്ക് പ്രമാണമാണ്. അതുകൊണ്ട് തന്നെ സിഫാത്തുകളുടെ വിഷയത്തിൽ അതാണ് നമ്മുടെ വിഷയം. അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ വന്നിട്ടുള്ളതായ സുന്നത്തുകളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മേൽ വാജിബാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ തുടർന്ന് സിഫത്തിന്റെ വിഷയത്തിൽ വന്ന ഏതാനും ഹദീസുകളെ എണ്ണുകയാണ്. ഒന്ന്, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, മിസ്ലു ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുനാ ഇലാ സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബു ലഹു ومن يسألني فأعطيه من يستغفرني فأغفر له. ഇതായാലും ഒന്നാമത്തെ ഹദീസ്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? യൻസിലു റബ്ബുന ഇലാ സമാഇദ് ദുനിയ, സമാഉദ് ദുനിയയിലേക്ക് നമ്മുടെ റബ്ബ് ഇറങ്ങും. സമാഉദ് ദുനിയ എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശം, ഭൗമാന്തരീക്ഷത്തോട് അടുത്ത ആകാശം. എന്നിറങ്ങും? കുല്ല ലൈല, എല്ലാ രാത്രിയും. എപ്പോൾ? ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയെ 3 ഭാഗമാക്കിയാൽ അതിൽ ഒടുക്കത്തെ 1/3 ശേഷിക്കുമ്പോൾ, ഹീന യബ്ഖാ, ശേഷിക്കുന്ന വേളയിൽ അള്ളാഹു ഇറങ്ങും. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു പറയും, അതിൽ പിന്നെ അള്ളാഹു പറയും, മയ്യദ്ഊനി, ആരെന്നോട് ദുആ ചെയ്യുന്നുവോ ഫസ്തജീബ ലഹു, ഞാൻ അവന് ഉത്തരമേകും. മയ്യസ്അലുനി, ആരെന്നോട് ചോദിക്കുന്നുവോ ഫഉതിയ, അവന്റെ ചോദ്യത്തിന് ഞാൻ ചോദിച്ചത് നൽകും. മയ്യസ്തഗ്ഫിറുനി, ആരെന്നോട് മഗ്ഫിറത്തിന് പാപമോചനത്തിന് തേടുന്നുവോ ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പാപം പുറത്തു കൊടുക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണർത്തിയതായ ഹദീസ്. ഈ ഹദീസ് ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമും അവരുടെ സഹീഹുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് പ്രസ്തുത ഹദീസിന്റെ നിവേദനം. അപ്പോ ഈ ഹദീസ് ഇത് അള്ളാഹുവിന്റെ സിഫത്തിനെ സ്ഥാപിക്കുന്ന വിഷയത്തിലുള്ള ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഈ ഹദീസിനെ കുറിച്ച് ഇമാം ദഹബി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഉലൂഉൽ അലിയിൽ ഗഫാർ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞത്, ഇന്ന ഹദീസൻ നുസൂൽ മുതവാതിറത്തുൻ തുഫീദുൽ ഖത്അ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമാഉദ് ദുനിയയിലേക്ക് ഇറങ്ങും എന്ന് പറയുന്നതായ ഹദീസുകൾ അത് മുതവാതിറത്തായ ഹദീസുകളാണ്. കാരണം ധാരാളം പരമ്പരയിൽ വാരിദായിട്ടുള്ള വന്നിട്ടുള്ളതായ ഹദീസാണ്. തുഫീദുൽ ഖത്അ ആണ്,
അത് ഖണ്ഡിതമായ ജ്ഞാനമാണ് ഈ ഹദീത്തുകൾ പ്രദാനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, മുതവാത്തിറായിട്ടുള്ള ഹദീത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല, നിഷേധിക്കുവാൻ ഒരു പഴുതുമില്ല, തള്ളിക്കളയാൻ ഒരു പഴുതുമില്ലാത്ത വിധം സ്ഥിരപ്പെട്ട ഹദീസാകുന്നു ഈ ഹദീസ്. മനസ്സിലായില്ലേ? ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായി? പലവിധ റിപ്പോർട്ടുകളിൽ, പല പരമ്പരകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുതവാത്തിറായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ഇമാം ദഹബി റഹിമഹുല്ല ഉണർത്തുകയാണ്. രണ്ടാമത്തേത്, ഈ ഹദീസ് അറിയിക്കുന്ന ആശയം അതെന്താ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല സൂറത്തുൽ ഇഖ്ലാസിന്റെ തഫ്സീറിൽ പറയുകയാണ്, ഫറബ്ബു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ വസഫഹു റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅന്നഹു യൻസിലു ഇലാ സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു എല്ലാ രാവിലും സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും. വഅന്നഹു യദ്നു അശിയത അറഫ ഇലൽ ഹുജ്ജാജ്, അറഫയിലെ പ്രദോഷത്തിൽ അള്ളാഹു ഹാജിമാരിലേക്ക് അടുക്കും. വഅന്നഹു കല്ലമ മൂസ ബിൽ വാദിൽ ഐമനി ഫിൽ ബുഖാത്തിൽ മുബാറകതി മിന അഷ്ജറ, അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വിശുദ്ധ താഴ്വരയിൽ, അനുഗ്രഹീത പ്രവിശ്യയിൽ, തൂർ പർവ്വതത്തിന്റെ വലതുഭാഗത്തെ മലഞ്ചെരുവിൽ താഴ്വാരയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചു. വഅന്നഹു ഇസ്തവ ഇല സമാഇ വഹിയ ദുഖാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിലേക്ക് ഉദ്ദേശിച്ചു, ആകാശം ദുഖാനായിരുന്ന അവസ്ഥയിൽ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചാൽ അതേപോലെ ഫഖാല ലഹ വലിൽ അർദി തിയാ തൗഅൻ ഔ കർഹൻ ലം യൽസം മിൻ ദാലിക അൻ തകൂന ഹാദിഹിൽ അഫ്വാൽ മിൻ ജിൻസി മാ നുശാഹിദുഹു മിൻ നുസൂലി ഹാദിഹിൽ അഅയാനിൽ മശ്ഹൂദ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിശേഷണങ്ങൾ ഒക്കെ നടത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ദൃഷ്ടിയിൽ കാണുന്ന രീതിയിലുള്ള അതേ പ്രവൃത്തികളാണ് അള്ളാഹുവിന്റെ പ്രവൃത്തികളും എന്നുള്ളത് ഒരിക്കലും അനിവാര്യമാക്കണില്ല. മനസ്സിലായി? ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചു. എന്താ വിശേഷിപ്പിച്ചത്? സമാഉ ദുനിയയിലേക്ക് അള്ളാഹു ഇറങ്ങും. അതേപോലെ അള്ളാഹു ഹാജിമാരോട് അടുക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശത്തെ ഉദ്ദേശിച്ചു. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞെന്നാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഇറങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ ദൃഷ്ടിയിൽ നമ്മൾ കാണുന്ന കുറെ ഇറക്കമുണ്ട്, അതേപോലെ നമ്മൾ കാണുന്നതായ കുറെ അടുക്കലുണ്ട്, നമ്മൾ കാണുന്ന കുറെ സംസാരങ്ങളുണ്ട്, കേൾക്കുന്ന സംസാരങ്ങളുണ്ട്, അതേപോലെ നമ്മളുടെ കാണുന്ന കുറെ ഉദ്ദേശങ്ങളുണ്ട്, അറിയുന്ന ഉദ്ദേശങ്ങൾ. ഇതേപോലുള്ളതാണ് എന്നുള്ളത് ഒരിക്കലും അനിവാര്യമാക്കുന്നില്ല. പിന്നെയോ അള്ളാഹു മഹാനാണ്, ഉന്നതനാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിനും അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനും അള്ളാഹുവിന്റെ സമ്പൂർണതക്കും അനിവാര്യമായ രീതിയിലുള്ളതായ ഇറക്കവും അതേപോലെ സംസാരവും അള്ളാഹുവിന്റെ അടുക്കലും ഒക്കെയാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. അപ്പോ സൃഷ്ടികളെപ്പോലെ, സൃഷ്ടികൾക്ക് തുല്യമായി എന്നുള്ള ഒരു വിഷയമേ അവിടെ ഉദിക്കുകയോ വരികയോ ചെയ്യുന്നില്ല. അള്ളാഹു സമ്പൂർണനാണ്. എല്ലാവിധ കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സമ്പൂർണനായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം ഇറങ്ങും എന്ന് വിശ്വസിക്കുക. എങ്ങനെ എന്നുള്ളത് നമ്മൾ അറിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെന്ന് ചോദിക്കേണ്ടതില്ല. ആ ചോദിക്കൽ തന്നെ തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബികൾ ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല. മനസ്സിലല്ലേ? പ്രത്യുത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഫുടമായ അറബി ഭാഷയിലാണ് പറഞ്ഞത്. അറബി ഭാഷക്ക് അതിൻ്റെതായ ഇരുത്താട്ടുണ്ട്, അർത്ഥമുണ്ട്. മനസ്സിലായി? അത് നമ്മൾ അള്ളാഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ച പ്രകാരം അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമായ വിധം അള്ളാഹുവിനെ സ്ഥാപിക്കുകയാണ് വേണ്ടത്. മനസ്സിലായല്ലേ? അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രാവിന്റെ അവസാനത്തെ ഒടുക്കത്തെ മൂന്നിലൊന്ന് ശേഷിക്കുമ്പോൾ സമാഉ ദുനിയയിലേക്ക് ഇറങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ പരിപൂർണതയ്ക്ക് അനുയോജ്യമായിട്ട് അള്ളാഹു ഇറങ്ങും എന്ന് വിശ്വസിക്കുക. ഇതാണ് പണ്ഡിതന്മാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ചതായ നിലപാട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തുടർത്തി പറയുന്ന രണ്ടാമത്തെ ഹദീസ്, അള്ളാഹുവിന്റെ വിശേഷണത്തെ അറിയിക്കുന്ന രണ്ടാമത്തെ ഹദീസ്, വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം
ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹി മിൻ അഹദികും ബിറാഹിലതിഹി. ഒരു ഹദീസിന്റെ ഭാഗമാണത്. എന്താ ഹദീസിന്റെ അർത്ഥം? ലല്ലാഹു, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, അശദ്ദു ഫർഹൻ, നന്നായി സന്തോഷിക്കുന്നവനാണ്. എന്തിൽ? ബിതൗബതി അബ്ദിഹി, തന്റെ ദാസൻ തൗബ ചെയ്യുമ്പോൾ. അപ്പൊ അള്ളാഹു, അവന്റെ ദാസൻ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഏറെ സന്തോഷമുണ്ട്. ഏതിനേക്കാൾ? മിൻ അഹദികും ബിറാഹിലതിഹി, നിങ്ങളിൽ ഒരാൾ തന്റെ വാഹനത്തെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ. മനസ്സിലല്ലേ? ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു ഹദീസിന്റെ ഭാഗമാണ്. എന്താണ് ഹദീസിന്റെ പൂർണ്ണത? ആ പൂർണ്ണത കേൾക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷയം മനസ്സിലാകുക. ഇമാം ബുഖാരിന്റെ റിവായത്തിൽ ലല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹിൽ മുഅ്മിൻ മിൻ റജുലിൻ ബിഅർദി ഫലാത്തിൻ ദവിയ മുഹ്ലിക വമഅഹു റാഹിലതുഹു അലൈഹാ തുആമുഹു വശറാബുഹു. ലല്ലാഹു അശദ്ദു ഫറഹൻ, അല്ലാഹു നന്നായി സന്തോഷിക്കുന്നവനാണ്. ബിതൗബതി അബ്ദിഹിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ തന്റെ ദാസന്റെ തൗബ കാരണത്താൽ, പശ്ചാത്താപ കാരണത്താൽ. ആരേക്കാൾ? മിൻ റജുലിൻ, ഒരു മനുഷ്യനേക്കാൾ. ആ മനുഷ്യനെവിടെ? ബിഅർദി ഫലാത്തിൻ, ഒരു മരുഭൂമിയിലാണ്. ദവിയത്തിൻ, വൃക്ഷലതാദികളൊന്നുമില്ലാത്ത. മുഹ്ലികത്തിൻ, നാശം സമ്മാനിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളമല്ലൊന്നുമില്ല. ഒരാൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒഴിഞ്ഞ മരിപ്പറമ്പിലാണ്. വമഅഹു, ആ വ്യക്തിയുടെ കൂടെയുണ്ട് റാഹിലതുഹു, അയാളുടെ ഒട്ടകം അല്ലെങ്കിൽ വാഹനം. അലൈഹ, ആ ഒട്ടകപ്പുറത്താണ് തുആമുഹു വശറാബുഹു, അയാളുടെ ഭക്ഷണവും പാനീയം ഉള്ളത്. അങ്ങനെ ആ വാഹനപ്പുറത്ത് അയാളുണ്ട്. ഫനസല അൻഹ, ആ വാഹനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. ഫനാമ, അങ്ങനെ അയാൾ ഉറങ്ങി. വറാഹിലതുഹു ഇൻദ റഅസിഹി, ഉറങ്ങുമ്പോ അയാളുടെ ആ വാഹനം അയാളുടെ തലയുടെ ഭാഗത്തുണ്ട്. ഉറക്കം കഴിഞ്ഞ് ഫസ്തയിഖം, ആ മനുഷ്യൻ എഴുന്നേറ്റു, ഉറക്കം ഉണർന്നു. വഖദ് ദഹബത്, അപ്പോഴത്തേക്ക് വാഹനം അതിന്റെ പാട്ടിന് പോയി. ഫദഹബ ഫീ ത്വലബിഹ, ഈ വ്യക്തി ഉണർന്നു നോക്കുമ്പോ വിജനമായ മരിപ്പറമ്പിൽ ആരോരുമില്ല, വൃക്ഷലതാദികളില്ല, കുടിവെള്ളല്ല, ഭക്ഷണമല്ല. അങ്ങനെ അയാൾ തന്റെ വാഹനത്തെ അന്വേഷിച്ച് സഞ്ചരിച്ചു. ഫലം യഖ്ദിർ അലൈഹ, പക്ഷേ വാഹനത്തെ കണ്ടുകിട്ടിയില്ല. ഹത്താ അദ്റകഹുൽ മൗത്ത് മിനൽ അത്ഷ്, ദാഹം കാരണത്താൽ അയാൾക്ക് മരണം എത്തുന്ന അവസ്ഥത്തിൽ, മരിക്കാൻ പോകാൻ ഗതി വന്നു. അങ്ങനെ ദാഹിച്ചു വലഞ്ഞു. ഫഖാൽ, അപ്പൊ ആ മനുഷ്യൻ പറയാണ്, വല്ലാഹി, അള്ളാഹുവാണെ സത്യം, ല അർജിഅന്ന, ഞാൻ മടങ്ങുകയാണ്. ഫല അമൂതന്ന ഹൈസു കാന റഹ്ലി, ഞാൻ എന്റെ യാത്രാ സാമഗ്രികളുമായിട്ട് ഏതൊരു സ്ഥലത്താണോ ഉണ്ടായത്, അതായത് എവിടുന്നാണോ വാഹനം നഷ്ടപ്പെട്ടത്, എവിടെയാണോ ഞാൻ ഉറങ്ങിയത്, അവിടേക്ക് ഞാൻ മടങ്ങുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ കിടന്ന് മരിക്കും. അങ്ങനെ ഫറജ, അയാൾ മടങ്ങി. ഫനാമ, അയാളാ വാഹനം നഷ്ടപ്പെടുത്ത സ്ഥലത്ത് അവിടെ കിടന്നുറങ്ങി. ഫസ്തൈഖദ, പിന്നെയും അയാൾ ഉണർന്നു. ഫഇദാ റാഹിലതുഹു ഇൻദ റഅസിഹി, രണ്ടാമതും ഉറങ്ങി എഴുന്നേറ്റപ്പോഴുണ്ട് അയാളുടെ വാഹനം അയാളുടെ തലക്ക് ഭാഗത്ത്. ഫഖാൽ, ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വഅന റബ്ബുക്, അല്ലാഹുമ്മ, അല്ലാഹുവേ, അൻത അബ്ദി, നീ എന്റെ ദാസനാണ്, വഅന റബ്ബുക്, ഞാൻ നിന്റെ റബ്ബുമാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, റസൂലുള്ള പറയാണ്, സന്തോഷത്തിന്റെ കാഠിന്യത്താൽ, ആധിക്യത്താൽ, സന്തോഷാധിക്യത്താൽ അയാൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാ, അള്ളാഹുവെ, ഞാൻ നിന്റെ ദാസനാണ്, നീ എന്റെ റബ്ബാണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹുവെ, നീ എന്റെ ദാസനാണ്, ഞാൻ നിന്റെ റബ്ബാണ് എന്ന് അയാൾ തെറ്റി പറഞ്ഞുപോയി. അത്രമാത്രം സന്തോഷം വന്നുപോയി എന്നർത്ഥം. തെറ്റിപ്പോയി, നേരെ തിരിച്ചു പറഞ്ഞു. മനസ്സിലായി? ഇതിനെക്കുറിച്ചാണ് റസൂലുള്ള പറയുന്നത്, ലല്ലാഹ്, തീർച്ചയായും അള്ളാഹു അശദ്ദു ഫറഹൻ, ഏറെ സന്തോഷിക്കുന്നവനാണ്. ബി തൗബത്തി അബ്ദിഹിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ തന്റെ ദാസന്റെ തൗബ കാരണത്താൽ. മനസ്സിലായി? ഈ മനുഷ്യന്റെ സന്തോഷത്തേക്കാൾ അള്ളാഹ്ക്ക് സന്തോഷം ഉണ്ടാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ എന്തിനാ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ഹദീസിനെ കൊണ്ടുവന്നത്? അള്ളാഹുവിനെ ഒരു സിഫത്ത് ഉണ്ട് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ അറിയിക്കണം. എന്താണ് ആ സിഫത്ത്? ഫറഹ് എന്നുള്ള സിഫത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കും. സന്തോഷം, ഫറഹ് എന്നുള്ള വിശേഷണം, സിഫത്ത്
അള്ളാഹുവിനുണ്ട്. കണ്ടോ, ഈ ദാസൻ തന്റെ വാഹനത്തെ കണ്ടുമുട്ടിയപ്പോൾ സന്തോഷിച്ച് സംസാരിച്ചില്ലേ? അയാൾക്കുണ്ടായ ആ സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം അള്ളാഹ്ക്ക് മനുഷ്യന്മാര് തൗബ ചെയ്യുമ്പോ, വിശ്വാസികൾ തൗബ ചെയ്യുമ്പോണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് എന്ത് വിശേഷണമുണ്ട്? അള്ളാഹുവിന് സന്തോഷിക്കുക എന്നുള്ള വിശേഷണമുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? അള്ളാഹു സമ്പൂർണനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിപൂർണതക്കനുസരിച്ച് അള്ളാഹുവിന് ഫർഹ്, സന്തോഷിക്കുക എന്നുള്ള വിശേഷണമുണ്ട്. സൃഷ്ടികൾ സന്തോഷിക്കുമ്പോൾ പല കാരണങ്ങളാൽ സന്തോഷിക്കും. മനസ്സിലായല്ലോ? എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമ്പൂർണനാണ്. സൃഷ്ടികൾ ചിലപ്പോ ചില കുറവുകൾ, ചില പോരായ്മകൾ, ഇതൊക്കെ നികത്തപ്പെട്ടത് കാരണത്താൽ സന്തോഷിക്കും. അള്ളാഹുവിന് അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിപൂർണതക്കനുസരിച്ചുള്ള സന്തോഷം അള്ളാഹുവിനുണ്ടാകും. അള്ളാഹു സന്തോഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മളത് അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നു. ഒരിക്കൽ നമ്മൾ സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തുവാനോ അതേപോലെ തന്നെ സാദൃശ്യപ്പെടുത്തുവാനോ പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമ്മൾ അത് അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമായ വിധം അള്ളാഹുവിനുണ്ടാകും എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അള്ളാഹുവിന് മറ്റൊരു സിഫത്ത് സ്ഥാപിക്കുന്ന ഹദീസിനെ ഉണർത്തുകയാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഹഖുല്ലാഹു ഇലാ റജുലൈനി യഖ്തുലു അഹദുഹുമൽ ആഖർ കിലാഹുമാ യദ്ഖുലുൽ ജന്ന. യദ്ഹഖുല്ലാഹു, അല്ലാഹു ചിരിക്കുന്നു, ഇലാ റജുലൈൻ, രണ്ട് പേരുടെ വിഷയത്തിൽ. യഖ്തുലു അഹദുഹുമ, ആ രണ്ടിൽ ഒരാൾ കൊല്ലുന്നു, അൽ ആഖർ, അപരനെ, മറ്റാളെ. കിലാഹുമ, അവർ രണ്ടുപേരും യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോ രണ്ടാളുകൾ, രണ്ടിൽ ഒരാൾ മറ്റവനെ കൊല്ലുക, എന്നിട്ട് കൊന്നവനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. അങ്ങനെയുള്ള രണ്ടാളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നു എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത്. ഈ ഹദീസും ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണ്. മറ്റു രണ്ട് ഹദീസുകളെ പോലെ ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാകുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഹദീസിന്റെ തേട്ടം, താല്പര്യം? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഹദീസിനെയും കൊണ്ടുവന്നത് അള്ളാഹുവിനെ ഒരു സിഫത്ത് സ്ഥാപിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യദ്ഹഖു റബ്ബുന, യദ്ഹഖുല്ലാഹ്, അള്ളാഹു ചിരിക്കുന്നു. അപ്പൊ ചിരിക്കുക, ദഹഖ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണ് അതിന്റെ മാനം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുക എന്നുള്ള സിഫത്ത് അള്ളാഹുവിനുണ്ട്. ഇവിടെ വധിച്ചവനും വധിക്കപ്പെട്ടവനും സ്വർഗത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുന്നത്. എങ്ങനെയാണത്? കാഫിറായ ഒരു വ്യക്തി മുസ്ലിമായ ഒരു വ്യക്തിയെ വധിക്കുന്നു. കാഫിർ മുസ്ലിമിനെ വധിച്ച്, മനസ്സിലായില്ലേ? മുസ്ലിം സ്വർഗത്തിൽ പ്രവേശിക്കും. കാഫിർ എങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്? മുസ്ലിമിനെ വധിച്ചതിന് ശേഷം കാഫിർ തൗബ ചെയ്യുകയും അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മുഅ്മിനായി മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നു. അപ്പൊ അയാളും എന്താണ്? സ്വർഗാർഹനാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? മുസ്ലിമീങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പട പൊരുതിയ സഹാബികളിൽ പലരെയും ആര് വധിച്ചിട്ടുണ്ട്? ആ മുസ്ലിമീങ്ങളായിരിക്കെ പലരും വധിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വരികയാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ
ഏറെ പരീക്ഷണത്തിന് വിധേയനായി. കാരണം എന്താ? ഉഹുദിൽ 70ഓളം മുസ്ലിമീങ്ങളെ ശത്രുക്കൾ വധിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റി പൊട്ടി, അതേപോലെ തന്നെ മുഖം കീറി, പിരടിയിൽ വെട്ടേറ്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പല്ല് പൊട്ടി, ഏറെ പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്തത് വരെ കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? സ്വന്തം തങ്ങളുടെ പ്രവാചകന്റെ മുഖത്ത് മുറിവ് വീഴ്ത്തിയൊരു വിഭാഗം എങ്ങനെ വിജയം വരിക്കും എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ വിഷയത്തിൽ ഗുണദോഷിക്കുകയാണ് ചെയ്തത്. ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം. എതിരിൽ പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകറ്റപ്പെടുന്നതിന് വേണ്ടി ശപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന നടത്തിയപ്പോ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കാരണം എന്താ? ഉഹുദിൽ മുസ്ലിമീങ്ങൾക്കെതിരിൽ പടവാളുകൾ ഏന്തിയ പലരും തൗബ ചെയ്തിട്ട് പിന്നെ അവര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, മുസ്ലിമീങ്ങളായിട്ടുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു, അബൂ സുഫിയാൻ തുടങ്ങിയ മഹത്തുക്കൾ. മാത്രമല്ല ഉഹുദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യൻ, ഇസ്ലാമിന്റെ വലിയ ശക്തി നായകനായ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു വധിച്ച വഹ്ശി പോലും പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? വഹ്ശി ഇസ്ലാമിലേക്ക് വന്ന് ഹംസത്തിനെ വധിച്ച വഹ്ശി ഇസ്ലാമിന് വേണ്ടിയിട്ട് പടപൊരുതി ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായ മുസൈലിമയെ കൊന്ന് ചരിത്രം സൃഷ്ടിച്ച കഥാപാത്രമാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർക്കുന്ന രീതിയിൽ എത്ര സേവനങ്ങളാണ്, യുദ്ധവിജയങ്ങളാണ് നേടിയെടുത്തിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ, ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ, ഖാലിദ് റളിയല്ലാഹു തആലന്റെ ഒക്കെ പോരാട്ടം, അതേപോലെ തന്നെ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, ഇവരൊക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ വിശേഷണം പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. ഒരാൾ മറ്റൊരു വ്യക്തിയെ കൊല്ലുന്നു, കൊന്നവനും കൊല്ലപ്പെട്ടവനും സ്വർഗത്തിൽ പോകുന്നു. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ദഹിക എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രസന്റ് ഫ്യൂച്ചർ യദ്ഹഖുല്ലാഹു ഇലാ റജുലൈൻ. മനസ്സിലായി? അള്ളാഹു ചിരിക്കുന്നു. അവിടെ ദഹിക എന്ന അറബി പദത്തിന് അതിൻ്റെതായ മാനയും അതിൻ്റെതായ മുക്തള്ള തേട്ടമുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ വിശേഷിപ്പിച്ചു. അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാം വിധം അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. അള്ളാഹ്ക്ക് ഈ സിഫത്ത് വിശേഷണമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുകയും അള്ളാഹുവിനെ അത് സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജ്. സൃഷ്ടികൾ പല കാരണത്താൽ ചിരിക്കും. മനസ്സിലെ? സൃഷ്ടികളുടെ അപൂർണതക്കനുസരിച്ച് ആ വിശേഷണം അവരിലുണ്ടാവും. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളോട് ഖിയാസാക്കുക, താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ സൃഷ്ടികളോട് തശ്ബീഹ് സാദൃശ്യപ്പെടുത്തുക, ഇത് പാടുള്ളതല്ല. അള്ളാഹു സമ്പൂർണനാണ്. പരിപൂർണമാനായ അള്ളാഹുവിന്റെ സമ്പൂർണതക്കനുസരിച്ച് അള്ളാഹുവിന് ഈ വിശേഷണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അത് നമ്മൾ സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തുടർത്തി ഉണർത്തുന്ന ഹദീസ് ഈ വിഷയത്തിൽ അജീബ റബ്ബുന മിൻ ഖുനൂതി ഇബാദിഹി വ ഖുർബി ഗിയരിഹി യൻദുറു ഇലൈക്കും അസ്ലീന ഖനീതൈൻ ഫയദല്ലു യദ്ഹകു യഅലമു അന്ന ഫറജകും ഖരീബ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഉണർത്താൻ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴിയാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അള്ളാഹുവിന് സ്ഥാപിച്ചുകൊണ്ട് എന്താ അജീബ റബ്ബുന, നമ്മുടെ റബ്ബ് ആശ്ചര്യവാനാകും.
അത്ഭുതം കൂറും. അജബ് ഏതിനെ തൊട്ട്? മിൻ ഖുനൂതി ഇബാദിഹി, തന്റെ ദാസന്മാരുടെ നൈരാശ്യത്തെ തൊട്ട്. വഖുർബി ഗിയരിഹി, അള്ളാഹുവിന്റെ ഗിയർ അടുത്തതിനെ കുറിച്ചും. അള്ളാഹുവിന്റെ ഗിയർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കാൻ എന്താണെന്നുള്ളത്. യൻദുറു ഇലൈക്കും അസിലീന ഖനിതീൻ, യൻദുറു ഇലൈക്കും, അള്ളാഹു നിങ്ങളിലേക്ക് നോക്കും. അസിലീന ഖനിതീൻ, നിങ്ങൾ നൈരാശ്യവാന്മാരായി പ്രയാസപ്പെടുന്നവരായി ഉള്ള അവസ്ഥയിൽ. ഫയദല്ലു യദ്ഹക്, അങ്ങനെ അള്ളാഹു ചിരിക്കും. യഅലമു, അള്ളാഹ്ക്ക് അറിയാം. അന്ന ഫറജകും ഖരീബ്, നിങ്ങൾക്കുള്ള ഞെരുക്കത്തിൽ നിന്നുള്ള എളുപ്പം അല്ലെങ്കിൽ പ്രയാസം, മോചനം അത് ഖരീബ്, അടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ ഹദീസ് കുറെ അള്ളാഹുവിന്റെ ഒന്നിലേറെ സിഫത്തുകളെ, വിശേഷണങ്ങളെയാണ് അറിയിക്കുന്നത്. ഹദീസ് സുനനുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു മാജ, അതേപോലെ തന്നെ ഇമാം അഹ്മദ് മുസ്നദിൽ, അതേപോലെ തന്നെ ഇമാം അബൂദാവൂദിനെ തയാലിസിയും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ആജൂരി അദ്ദേഹത്തിന്റെ ശരീഅയിൽ, ഇമാം ലാലിക്കായി അദ്ദേഹത്തിന്റെ ശറഹ് ഉസൂലുൽ ഇഅ്തിഖാദിൽ മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ സനദിനെ കുറിച്ച് അത് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഹദീസിൽ പറയുന്ന വിഷയം എന്താ? ഹദീസിൽ പറയുന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ദാസന്മാർ നിരാശരാകുന്നതിൽ അത്ഭുതം കൂറും എന്നുള്ളതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഴയും അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും വരുന്നത് വൈകുന്നത് കാരണത്താൽ ആളുകൾ നിരാശപ്പെടും. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അവസ്ഥാ മാറ്റം വളരെ അടുത്ത് തന്നെയായിരിക്കും. ഇവിടെ ഹദീസിന്റെ ലഫ്ദിൽ എന്താ? അജിബ റബ്ബുന മിൻ ഖുനൂതി ഇബാദിഹി, ദാസന്മാരുടെ നൈരാശ്യത്തിൽ അള്ളാഹു അത്ഭുതം കൂറുന്നതാണ്. മഴ കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾക്ക് നിരാശ ഉണ്ടാവും. കുറച്ചുകാലം മഴ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആളുകൾ ഉണ്ടല്ലേ, ഇവിടെ മഴയേണ്ട സമയമായി. കാരണം ചൂടുകാലം തണുപ്പിന് വഴിമാറുന്നതിന്റെ അടുത്ത് മഴ വരും. മഴയില്ലാഞ്ഞാൽ എന്ത് ചെയ്യും? പലരും പറയും, അല്ലാ മഴ പെയ്തില്ലല്ലോ, ദിവസങ്ങൾ വൈകിയല്ലോ, പെയ്യേണ്ട കാലം കഴിഞ്ഞല്ലോ, മഴ കിട്ടാത്തത് എന്ത്, ഇങ്ങനെ നിരാശപ്പെടും. അതെല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ആളുകൾ മഴ വൈകിയിട്ടുണ്ട് എങ്കിൽ അവരുടെ നൈരാശ്യം പ്രകടിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അജിബ റബ്ബുന മിൻ ഖുനൂതി ഇബാദിഹി, ദാസന്മാർ നൈരാശ്യപ്പെടുന്നതിൽ അള്ളാഹു അത്ഭുതം കൂറുന്നു. വഖുർബി ഗിയരിഹി, അള്ളാഹുവിന്റെ ഗിയർ അടുത്തിട്ടുമുണ്ട്. എന്താ ഗിയർ അടുക്കുക എന്ന് പറഞ്ഞാൽ? അവസ്ഥാ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ചെയ്യാനുള്ള സമയം, ചൂട് മാറി തണുപ്പ്, അല്ലെങ്കിൽ വരൾച്ച മാറി മഴ പെയ്ത് ക്ഷേമകാലമാകുക, അതാണ് അവസ്ഥാ മാറ്റം. അതടുത്തിട്ടുണ്ട്, എന്നിട്ടും ആളുകൾ നൈരാശ്യത്തിലാണ്. അതിൽ ആളുകൾ അത്ഭുതം കൂറുന്നു. അല്ല, അള്ളാഹു സുബ്ഹാനഹു സുബ്ഹാനഹു തആല അത്ഭുതം കൂറുന്നു എന്നാ പറയുന്നത്. ചില റിപ്പോർട്ടുകളിലുള്ളത് വഖുർബി ഗിയരിഹി എന്നുള്ളതിന് പകരം വഖുർബി ഖൈരിഹി എന്നാണ്. വഖുർബി ഖൈരിഹി. അപ്പൊ എന്താ? അജിബ റബ്ബുന, നമ്മുടെ റബ്ബ് ആശ്ചര്യം കൂർന്നു. മിൻ ഖുനൂതി ഇബാദിഹി, തന്റെ ദാസന്മാരുടെ നൈരാശ്യത്താൽ. വഖുർബി ഖൈരിഹി, അള്ളാഹുവിന്റെ ഫദ്ലും റഹ്മത്തും, അള്ളാഹിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ ഔദാര്യവും മഴയായി പെയ്യാനുള്ള സമയം എടുത്തിട്ടുണ്ട്. അപ്പൊ മഴ പെയ്യാൻ സമയമായിട്ടുണ്ട്. എന്നിട്ടും ആളുകൾ നൈരാശ്യപ്പെടുന്നതിൽ അള്ളാഹു ആശ്ചര്യം കൂറുന്നു. അതാണ് അപ്പൊ ആ രണ്ടാമത്തെ റിവായത്ത് പ്രകാരം അർത്ഥം. ഏകദേശം തേട്ടം ഒരുപോലെ തന്നെയാണ്. വഖുർബി ഗിയരിഹി എന്ന് പറഞ്ഞാലും വഖുർബി ഖൈരിഹി എന്ന് പറഞ്ഞാലും തേട്ടം ഒരുപോലെയാണ്. മനസ്സിലായി? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല ആശ്ചര്യം കൂറുന്നു. എന്നിട്ട് പറയാണ് യൻദുറു ഇലൈക്കും, അള്ളാഹു നിങ്ങളിലേക്ക് നോക്കുന്നു, ദാസന്മാരിലേക്ക് നോക്കുന്നു. ദാസന്മാരുടെ അവസ്ഥ എന്താ? അസിലീന ഖനീതീൻ,
അസിലീൻ എന്ന് പറഞ്ഞാൽ ഞെരുക്കമുള്ളവർ. ചില റിപ്പോർട്ടുകളിൽ ആസിലീൻ എന്നുണ്ട്. ഖനിഖീൻ എന്ന് പറഞ്ഞാൽ നൈരാശ്യം പിടികൂടിയവർ. അള്ളാഹു നിങ്ങളിലേക്ക് നോക്കുന്നു, അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഞെരുക്കത്തിലും നൈരാശ്യം പിടികൂടിയ അവസ്ഥയിലുമാണ്. ഫയദല്ലു യദ്ഹക്, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിരിക്കും. യഅലമു, അള്ളാഹു അറിയുന്നു, അന്ന ഫറജക്കും ഖരീബ്, നിങ്ങൾക്കുള്ള മോക്ഷവും നിങ്ങൾക്കുള്ള ഐശ്വര്യവും നിങ്ങൾക്കുള്ള ധന്യതയും വളരെ അടുത്താണെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഹദീസിൽ എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾ നൈരാശ്യരായിട്ട് കാണുകയാണ്. അതിൽ അത്ഭുതം കൂറാണ്. യഥാർത്ഥത്തിൽ ആളുകൾ നൈരാശ്യം കൂറേണ്ട കാര്യമല്ല, അവർക്ക് മഴ പെയ്യാൻ സമയമായിട്ടുണ്ട്. അള്ളാഹു ദാസന്മാരെ നോക്കുമ്പോൾ ദാസന്മാർ ഞെരുക്കത്തിലും അതേപോലെ തന്നെ നൈരാശ്യത്തിലുമാണ്. അള്ളാഹു ചിരിക്കും. കാരണം എന്താ? ആളുകൾക്കുള്ള മോക്ഷവും രക്ഷയും വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് ആളുകളുടെ നൈരാശ്യത്തിൽ അള്ളാഹു ചിരിക്കുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സുനനിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്, മുസ്നദിൽ വന്നിട്ടുണ്ട്, മുസ്നദ് ഇമാം അഹ്മദിലും മുസ്നദ് അബൂദാവൂദിനി തയാലിസിയിലും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസിനെ കുറിച്ച് ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഹദീസ് ഒന്ന് അള്ളാഹുവിന് അജബ്, അത്ഭുതം കൂറുന്നു എന്നുള്ള വിശേഷണമുണ്ട് എന്നറിയിക്കുന്നു. രണ്ട്, ഫയദല്ലു യദ്ഹകു, അള്ളാഹു ചിരിക്കും. അപ്പൊ ചിരിക്കുക എന്നുള്ള വിശേഷണം അള്ളാഹ്ക്കുണ്ട് എന്നറിയിക്കുന്നു. അതേപോലെ യഅലമു, അള്ളാഹു അറിയും, അന്ന ഫറജക്കും ഖരീബ്, നിങ്ങൾക്കുള്ള രക്ഷയും നിങ്ങൾക്കുള്ള മോചനവും വളരെ അടുത്താണ് എന്നുള്ളത്. അപ്പൊ യഅലമു, അള്ളാഹു അറിയും എന്നുള്ള വിശേഷണവും അള്ളാഹ്ക്കുണ്ട് എന്നുള്ളത് അറിയിക്കുന്നു. മൂന്ന് വിശേഷണം: യഅജബു, യദ്ഹകു, യഅലമു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഈ വിശേഷണം പറഞ്ഞു. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ സമ്പൂർണ്ണതക്ക് അനുയോജ്യമായ വിധം അള്ളാഹുവിന് ഈ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അള്ളാഹുവിനെ സമ്മതിക്കുന്നു, സ്ഥാപിക്കുന്നു. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിശാസ്ത്രം, അള്ളാഹുവിന്റെ സിഫത്തുകളെ സമീപിക്കുന്ന വിഷയത്തിൽ. മനസ്സിലായില്ല? ഇതാണ് ആ വിഷയത്തിൽ വന്ന മൂന്നാമത്തെ ഹദീസ്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഉണർത്തുന്ന അടുത്ത ഹദീസ്, വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ജഹന്നമു യുൽഖാ ഫീഹാ വതഖൂലു ഹൽ മിൻ മസീദ് حتى يضع رب العزة فيها رجله وفي رواية عليها قدمه فينزوي بعضها إلى بعض فتقول قط قط. متفق عليه. എന്താ നാലാമത്തെ ഹദീസ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഹദീസ്? ലാ തസാലു ജഹന്നം, ജഹന്നമായിക്കൊണ്ടിരിക്കും. യുൽഖാ ഫിഹാ, ജഹന്നമിലേക്ക് ആളുകൾ ഇടപെടുക അല്ലെങ്കിൽ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിയിലേക്ക് ആളുകളെ എറിയും, ആളുകൾ എറിഞ്ഞുകൊണ്ടിരിക്കും. വതഖൂലു ഹൽ മിൻ മസീദ്, നരകം പറയും എത്രയേറെ ഉണ്ടെങ്കിലും വന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ ഇനിയും കൂടുതലുണ്ടോ എന്ന് ചോദിക്കും. കാരണം സ്ഥലം ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയേറെ ആയാലും പ്രശ്നമല്ല, നരകം ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നീറാൻ. ഹത്താ യദഅ റബ്ബുൽ ഇസ്സതി ഫീഹാ റിജ്ലഹു, എത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്ത്, പ്രതാപവും ഔന്നിത്യവും മഹത്വവുമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല ഫീഹ, നരകത്തിൽ വെക്കും, റിജ്ലഹു, അവന്റെ കാല്, അള്ളാഹുവിന്റെ കാല് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കും. വഫി റിവായത്തിൽ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അലൈഹ ഖദമുഹു, അള്ളാഹുവിന്റെ കാൽപാദം അതിന്മേൽ വെക്കും, നരകത്തിന്മേൽ വെക്കും. ഫയൻസവി ബഅദുഹാ ഇലാ ബഅദിൻ, അപ്പോൾ നരകം അതിന്റെ ചില ഭാഗങ്ങളിലേക്ക് ചുരുങ്ങും, കൂടും. ഫതഖൂലു, അപ്പോൾ നരകം പറയും ഖത്ത് ഖത്ത് എന്ന് പറയും എന്നുള്ളതാണ്. അഥവാ മതി എന്ന അർത്ഥത്തിൽ ഖത്ത് ഖത്ത് എന്ന് പറയും എന്നുള്ളതാണ്. ഈ ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ ഹദീസ് അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയുടെ വേദിക്കപ്പുറം
ശിക്ഷ അർഹിക്കുന്ന ആളുകളെ, നരകാർഹരെ നരകത്തിലേക്ക് എറിയുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തേട്ടം, നീതിയുടെ തേട്ടം കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, തേട്ടത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അർഹിക്കുന്നവരെ ശിക്ഷിക്കും. നരകമാകുന്ന ശിക്ഷയുടെ ഭവനത്തിൽ നരകാർഹരാകേണ്ടവരെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ അജിർനാ മിനൻ നീറാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ എറിയും. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ മുമ്പത്തെ ഒരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്താ അള്ളാഹുവിന്റെ കരാർ? ശൈത്താന് വഴിപ്പെട്ട് അള്ളാഹുവിന് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ലഅംലഅന്ന ജഹന്നം, ജഹന്നമിനെ നാം നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നതി വന്നാസ്, ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും. അജ്മഈൻ, ജിന്നുകളെ കൊണ്ടും ഇൻസുകളെ കൊണ്ടും നരകം നിറക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന് നന്ദി കെട്ട് പിശാചിന്റെ അനുയായികളായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നരകം വിശാലമാണ്, ആഴത്തിൽ അഗാധമാണ്. നരകം പെട്ടെന്നൊന്നും അറിയില്ല. നരകത്തിലേക്ക് എത്ര ആളുകൾ, പാപികൾ എടുത്തെറിയപ്പെട്ടാലും നരകം ഇനിയും സ്ഥലമുണ്ട്, അധികരിച്ചു വന്നോട്ടെ എന്ന് പറയേ ചെയ്യുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. പറയുമ്പോ ആദം സന്തതികളിൽ 1000 പേരിലും ഒരാളെ സ്വർഗത്തിലേക്കും 999 പേരെ നരകത്തിലേക്കാണ് വിധിക്കുക. ഈ 999 പേർ 1000ത്തിലും നരകത്തിലേക്ക് നയിക്കപ്പെട്ടാലും നരകം നിറയില്ല. നരകം ചോദിക്കുന്ന ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ് എന്ന്. നീ സ്ഥലം ധാരാളുണ്ട്, എത്ര കൂടുതലുണ്ടെങ്കിലും നരകം ഉൾക്കൊള്ളും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് നരകം നിറക്കും ചെയ്യും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ തിരുപാദം അല്ലെങ്കിൽ തിരുകാൽ നരകത്തിന്മേൽ വെക്കുന്നത്. അങ്ങനെ നരകം ചുരുങ്ങും. അങ്ങനെയാണ് നരകം നിറയുന്നത്. നരകം ചുരുങ്ങും, അപ്പൊ നരകം നിറയും. മനസ്സിലായില്ലേ? അതുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ, നരകത്തിലേക്ക് എറിയപ്പെട്ടുകൊണ്ടേ ഇരിക്കും. വതഖൂലു ഹൽ മിൻ മസീദ്, സ്ഥലത്തിന്റെ വിസ്തൃതിയും ആഴവും കാരണത്താൽ ഏറെയുണ്ടോ ഏറെയുണ്ടോ എന്ന് നരകം ചോദിക്കും. ഹത്താ യദാ റബ്ബുൽ ഇസ്സ, ഇസ്സത്തിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബ് സുബ്ഹാനഹു വ തആല അവന് വെക്കും ഫീഹാ, നരകത്തിൽ, റിജ്ലഹു, അള്ളാഹുവിന്റെ കാല്. മറ്റൊരു റിപ്പോർട്ടിൽ അലൈഹ ഖദമുഹു, നരകത്തിന്മേൽ അള്ളാഹുവിന്റെ പാദം വെക്കും. അപ്പൊ നരകത്തിന്മേൽ അള്ളാഹു നരകത്തിന്റെ പാദം വെക്കും, അല്ലെങ്കിൽ കാല് വെക്കും. അള്ളാഹുവിന്റെ കാല് വെക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാദം വെക്കും. ഫയൻസവി ബഅദുഹാ ഇലാ ബഅദ്, അങ്ങനെ നരകം ചുരുങ്ങും. ഫതഖൂലു ഖത് ഖത്, അപ്പോഴാണ് നരകം മതി മതി എന്ന് പറയും. മനസ്സിലായില്ലേ? സഹിഹായിട്ടുള്ള ഈ ഹദീസ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നു. ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്തിനാ അഖീദത്തുൽ വാസിത്തിയയിലെ ഈ ഭാഗത്ത് ഈ ഹദീസ് കൊണ്ടുവന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന് സ്ഥാപിച്ചതായ സിഫത്തിനെ നമ്മൾ മനസ്സിലാക്കാനും നമ്മളും അതനുസരിച്ച് സ്ഥാപിക്കാനും വിശ്വസിക്കാനും. ഇവിടെ എന്താ ഈ ഹദീസിൽ അള്ളാഹുവിനുള്ള സിഫത്ത്? അള്ളാഹുവിന് റിജിൽ, കാൽ, അതേപോലെ അള്ളാഹുവിന് ഖദം, കാൽ, പാദം എന്നീ സിഫത്തുകളാണ് ഇവിടെ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന് റിജിൽ എന്ന് പറയുന്ന സിഫത്തുണ്ട്, അള്ളാഹുവിന് ഖദം, കാൽപാദം എന്ന് പറയുന്ന സിഫത്തുണ്ട്. എങ്ങനെ? മനുഷ്യന്മാരുടേതുപോലെയാ, സൃഷ്ടികളുടേതുപോലെയാ? അത് പറഞ്ഞു തന്നിട്ടില്ല. അള്ളാഹു സമ്പൂർണനാണ്, പരിപൂർണനാണ്. അള്ളാഹുവിന്റെ പരിപൂർണതക്ക് അനുയോജ്യമാം വിധം അള്ളാഹുവിന് രുചിലുണ്ട്, അള്ളാഹുവിന് ഖദമുണ്ട്. അള്ളാഹുവിന്റെ പരിപൂർണതക്കനുസരിച്ച് അത് അവനുണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ, ഏത് രീതിയിൽ അത് നമ്മളോട് അറിയിച്ചു തന്നിട്ടില്ല. അള്ളാഹുവിന്റെ പരിപൂർണതക്കനുസരിച്ച് അതിനൊരു കൈഫിയത്തുണ്ട്, കോലമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ അത് വിശ്വസിക്കുകയും അള്ളാഹുവിന് സ്ഥാപിക്കുകയും ചെയ്യുന്നു. എങ്ങനെ എന്ന് ചോദിക്കാൻ പാടുള്ളതല്ല. സൃഷ്ടികളോട് അതിനെ ഖിയാസാക്കാനും തശ്ബീഹ് ചെയ്യാനും പാടുള്ളതല്ല. അതൊന്നും സച്ചരിതരായ മുൻഗാമികൾ അള്ളാഹുവിന്റെ സിഫാത്തുകളോട് സ്വീകരിക്കാത്ത നിലപാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് പൂർവികരുടെ രീതിശാസ്ത്ര മനഹജ് അനുസരിച്ച് നമ്മൾ സിഫാത്തുകളെ സമീപിക്കുകയും സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. അമിർ റൂഹ കമാ ജാഅത്, എപ്രകാരം വന്നുവോ ആ രീതിയിൽ അതിനെ അവ നടപ്പിലാക്കുകയാണ് വേണ്ടത്. വിശ്വസിക്കുക,
അംഗീകരിക്കുക. ഇതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇതാണ് ആ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള സിഫാത്തുകളുടെ വിഷയത്തിൽ പറഞ്ഞതായ ഹദീസുകൾ ഇനിയുമുണ്ട്. അടുത്തുള്ള ക്ലാസുകളിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ സത്യദീനിൽ നമുക്കെല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വീഴ്ചകളും കുറവുകളും പൊറുക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ. സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.